നമസ്കാരം. തനിക്കെതിരെ ചില സ്ത്രീകൾ മീറ്റു ആരോപണം ഉന്നയിച്ചെന്ന സുപ്രീം കോടതി അഭിഭാഷകൻ ജയ് അനന്ത് ദേഹാദ്രിയുടെ വെളിപ്പെടുത്തലിന് മറുപടിയുമായിട്ട് തിരുവനന്തപുരത്തെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശശി തരൂർ MP അദ്ദേഹം പറയുന്നു, ദിവസവും നൂറുകണക്കിന് സ്ത്രീകളുമായി ഫോട്ടോ എടുക്കുന്ന ഒരു വ്യക്തിയാണ് താൻ. അങ്ങനെയുള്ള എനിക്ക് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിന് പ്രതികരിക്കാൻ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതുവരെയും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുകൂടി തരൂർ പറഞ്ഞു വയ്ക്കുകയാണ്. കാരണം ഞാൻ എല്ലാ ദിവസവും നൂറുകണക്കിന് സ്ത്രീകളെ കാണുകയും അവരുമായി സംവദിക്കുകയും ചെയ്യുന്നു. അവർക്കൊപ്പം ചിലപ്പോൾ ഫോട്ടോ എടുക്കുകയും ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത് നടക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്. അതവർ ആവശ്യപ്പെട്ടിട്ട് ചെയ്യുന്നതാണ്. താൻ ഒരിക്കലും ആവശ്യപ്പെടാറില്ല ഫോട്ടോ എടുക്കുന്നതിന് പോലും. ഇതുവരെ തനിക്കെതിരെ ഒരു ആരോപണവും ഏതെങ്കിലും മഹിള പറഞ്ഞിട്ടുണ്ടോ എന്നുകൂടി ചോദിക്കുകയാണ് ശശി തരൂർ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ കേൾക്കാൻ തയ്യാറാണ്. തൻ്റെ ജീവിതത്തിൽ താൻ ഇത്തരത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല എന്നുകൂടി ശശി തരൂർ പറയുകയാണ്. സ്ത്രീകളെ ബഹുമാനിക്കുകയും അവരോട് നല്ല രീതിയിൽ പെരുമാറുകയും അവരോടൊപ്പം ഏത് തരത്തിലാണോ പെരുമാറേണ്ടത് ആ തരത്തിൽ പെരുമാറുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. അമേരിക്കയിലോ സിംഗപ്പൂരിലോ ഇന്ത്യയിലോ ജീവിക്കുന്നത് വ്യത്യാസമായല്ല എന്നുകൂടി അദ്ദേഹം പറയുന്നു. തനിക്കെതിരെ ഒരു ആരോപണവും ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. എൻ്റെ നോട്ടം ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. അതായത് ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആൾക്കാരെ എനിക്ക് നോക്കേണ്ടേ? അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് നോക്കി സംസാരിക്കാനൊന്നും സമയം കിട്ടാറ് തന്നെയില്ല. അങ്ങനെ കിട്ടാത്ത സാഹചര്യത്തിൽ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തിക്ക് അവരുടെ ജീവിതത്തിൽ എന്തോ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ശരിയായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അവരിങ്ങനെ പറയുന്നത് എന്നാണ് ശശി തരൂർ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ശശി തരൂരിൻ്റെ വാദങ്ങൾ ശരിയാണോ? ശശി തരൂരിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് സുപ്രീം കോടതിയിലെ അഭിഭാഷകനായിട്ടുള്ള ജയ് അനന്ത് ദേഹാദ്രിയ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ശശി തരൂർ അങ്ങേയറ്റം വെറുപ്പുളവാക്കുന്ന ആളാണെന്നാണ് ജയ് അനന്ത് തൻ്റെ പോസ്റ്റിൽ പറഞ്ഞിരുന്നത്. ചില പെൺകുട്ടികൾ തന്നോട് പറഞ്ഞ കാര്യങ്ങളും ആ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ജയ് അനന്ത് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചത് എന്നുള്ളതാണ്. ഇതാണ് ശശി തരൂരിൻ്റെ യാഥാർത്ഥ്യമെന്ന് ജയ് അനന്ത് ആ ട്വിറ്ററിൽ കുറിച്ചു വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നതിൽ ഇത്രയുണ്ട്: അറപ്പും വെറുപ്പും. ഈ നിന്ദ്യനായ മനുഷ്യൻ ജയിലിൽ കിടക്കേണ്ടതാണ്. രാജ്യത്തെ ഏതെങ്കിലും കോടതിയിൽ, രാജ്യത്തുള്ള ഏതെങ്കിലും ഒരു കോടതിയിൽ കേസ് പോകുന്നതിന് മുൻപ് ഇരയുടെ ഐഡൻറ്റിറ്റി ഞാൻ മറച്ചു വെക്കുകയാണ് എന്നുകൂടി പറയുന്നുണ്ട്. മീറ്റു മാതൃകയിലാണ് ജയ് അനന്ത് ഈ ആരോപണങ്ങളൊക്കെ പങ്കുവച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. ആ ജയ് അനന്തിൻ്റെ ആ വാദത്തിനെതിരെയാണ് ഇപ്പോൾ ശശി തരൂർ രംഗത്ത് വന്നിരിക്കുന്നത്. ഇരയായിട്ടുള്ള യുവതി ജയ് അനന്തിന് അയച്ച സന്ദേശവും ഒപ്പം പോസ്റ്റിൽ അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിലാണ് ശശി തരൂർ തന്നോട് അപമര്യാദയായി പെരുമാറിയിട്ടുള്ള കാര്യങ്ങളും തൻ്റെ കണ്ണിൽ നോക്കിയല്ല തരൂർ സംസാരിച്ചത് എന്നും യുവതി പറയുന്നുണ്ട്. പക്ഷേ ശശി തരൂർ പറയുന്നു, തിരുവനന്തപുരത്തെ സത്യസന്ധരായ ആളുകൾ തന്നെപ്പോലുള്ള ഒരു നീതിനെ വീണ്ടും തിരഞ്ഞെടുക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ, കരുതുന്നുണ്ടോ എന്നൊക്കെ ശശി തരൂർ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ജയ് അനന്ത് ദേഹാദ്രിയുടെ ആ വാദങ്ങളൊക്കെ മുറിച്ചു മാറ്റപ്പെടുന്ന തരത്തിലാണ് ശശി തരൂർ പറയുന്നത്. തന്നെക്കുറിച്ച് അങ്ങനെ ചില കമൻറ്റുകൾ വന്നിട്ടുണ്ട്. മീറ്റു മാതൃകയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്, പക്ഷേ അത്തരത്തിലൊരു സമീപനം താൻ സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു വെക്കാൻ ശശി തരൂർ വല്ലാതെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഫലവത്താകുമോ എന്നറിയില്ല. കാരണം ഈ ശശി തരൂർ പറയുന്ന പോലെ തന്നെക്കുറിച്ച് ഒരു മകളെയും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയപ്പെടുമ്പോൾ തനിക്കെതിരെ ചില സ്ത്രീകൾ നടത്തുന്ന ഈ ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തികൾ അത് തനിക്കെതിരെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്നതാണ് എന്ന് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ശശി തരൂരിനെക്കുറിച്ച് സ്ത്രീ വിഷയങ്ങളിൽ എത്രത്തോളം അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പല സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അത് കേരളത്തിൽ മാത്രമല്ല, ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം കൂടിയാണ് ശശി തരൂർ എന്ന് പറയപ്പെടുന്ന ലോകമലയാളിക്ക്. പക്ഷേ ശശി തരൂരിൻ്റെ മുമ്പിലേക്ക് എത്തപ്പെടുന്ന സ്ത്രീകൾ അവരുടെ ഇഷ്ടം കൊണ്ടാണ് ഫോട്ടോകൾ എടുക്കുന്നത് എന്ന് ശശി തരൂർ പറഞ്ഞു വെക്കുമ്പോഴും സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ചില കാര്യങ്ങൾ കൂടി ഉണ്ട് തരൂർ എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. പലപ്പോഴും നിങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങളിൽ മുഖ്യസ്ഥാനത്തെത്തുന്നത് സ്ത്രീകൾ തന്നെയാണ് എന്നുള്ളത് പറയട്ടെ. പലപ്പോഴും സുനന്ദ പുഷ്കർ അടക്കമുള്ള വിഷയങ്ങളിലൊക്കെ അത് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ പേര് പലപ്പോഴും വലിച്ചിഴക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും, ഒപ്പം തന്നെ പല സ്ത്രീ വിഷയങ്ങളും പാകിസ്ഥാനിക്കാരി അടക്കമുള്ളവരുടെ വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ്. അങ്ങനെ സ്ത്രീ വിഷയങ്ങൾ എപ്പോഴും നിരന്തരം ശശി തരൂരിനെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഉണ്ടാകുമ്പോൾ പോലും ശശി തരൂർ വിജയിച്ചു കയറുന്നു എന്നുള്ളതാണ് പലപ്പോഴും പ്രത്യേകത. ഇതാ വീണ്ടും ലോക്സഭാ ഇലക്ഷന്
2024 തിരുവനന്തപുരത്തിൻ്റെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ട് എത്തുന്നത് ശശി തരൂർ തന്നെയാണ് കോൺഗ്രസിന് വേണ്ടി. ആ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി ശശി തരൂർ എത്തുമ്പോൾ അദ്ദേഹത്തിനെതിരെ ആ വിജയത്തിളക്കം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മറ്റു പാർട്ടിക്കാർ, പ്രതിപക്ഷ പാർട്ടികൾ ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ശശി തരൂർ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ സമൂഹത്തിൽ ശശി തരൂർ ഏതെങ്കിലും തരത്തിൽ വൃത്തികേടുകൾ കാണിച്ചിട്ടുണ്ട് എങ്കിൽ അത് കൃത്യമായി സമൂഹം മനസ്സിലാക്കുന്നുണ്ട് എന്ന് ശ്രീ തരൂർ മനസ്സിലാക്കുക. നിങ്ങളെക്കുറിച്ചുള്ള എപ്പോഴത്തെയും പരാമർശങ്ങൾ എന്ന് പറയപ്പെടുന്നത് സ്ത്രീ വിഷയങ്ങളുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ സ്ത്രീകൾക്കടക്കം സംശയം ഉണ്ടായേക്കാം.